ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആർക്കും എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ കുറച്ച് കോർപ്പറേറ്റ് സത്യങ്ങളാണ്. ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി കിട്ടി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സെറ്റായി സേഫായി എന്നൊക്കെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ കംപ്ലൈന്റ് ചെയ്ത് തുടങ്ങും, അവിടെ പോരാ, അവിടുത്തെ മാനേജ്മെന്റ് പോരാ, ആവശ്യത്തിന് വേണ്ട റെക്കഗ്നീഷൻ ഒന്നും കിട്ടുന്നില്ല, പ്രൊമോഷൻ കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ആ കമ്പനിയെ ഓരോന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്ത് തുടങ്ങും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയുന്നത് ഓഫീസ് പൊളിറ്റിക്സ്, സ്ട്രെസ്, വർക്ക് പ്രഷർ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞതാണ്. പിന്നെ ഈ കമ്പനി മാറി വേറൊരു കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്താൽ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വെറും മോഹമാണ്. പിന്നെ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നുമില്ല. നമ്മൾ മറ്റൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള കോർപ്പറേറ്റ് പൊളിറ്റിക്സ് പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതിനൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ ജോലിക്ക് പോകാവൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഒരു ജോബിന് കയറാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ പല അഭിപ്രായങ്ങളാണ്. ഒരു കാര്യം വരുമ്പോൾ പല അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്, പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരോ ഒരേ അഭിപ്രായം ഉള്ളവരോ ആയിരിക്കില്ല. നമ്മുടെ രീതിയിൽ ചിന്തിക്കുന്നവരോ നമ്മൾ ചെയ്യുന്ന അതേ പാറ്റേണിൽ കാര്യങ്ങൾ ചെയ്യുന്നവരോ ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അതുപോലെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ്, എല്ലാവരുടെയും വേ ഓഫ് വർക്കിംഗ് ഈസ് ഡിഫറെന്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ കമ്പനി മാറി മാറി പോയത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സേഫ് സോൺ, ഒരു കംഫർട്ട് സോൺ കിട്ടുമെന്ന് വിചാരിക്കരുത്. പിന്നെ അഥവാ നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടിയാലും അവിടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. കാരണം വലിയ വലിയ കമ്പനികളിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ കമ്പനികളിലും അവിടുത്തേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുന്നത് നല്ലതാണ്.